കരുമാല്ലൂർ പഞ്ചായത്തിലെ റോഡുകൾ കുത്തിപ്പൊളിച്ചതിനെതിരെ ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തി. പഞ്ചായത്ത് അംഗം സൂസൻ വോഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി പാർട്ടി ലീഡർ AM അലി അധ്യക്ഷനായി. VK ഇബ്രാഹിം കുഞ്ഞ് ജനപ്രതിനിധിയായിരുന്ന 10 വർഷ കാലയളവിൽ നിർമ്മിച്ച 100-ൽ പരം റോഡുകളാണ് കഴിഞ്ഞ 3 വർഷത്തിനിടെ കുത്തിപ്പൊളിച്ചതെന്ന് സമരക്കാർ പറഞ്ഞു. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് റോഡുകളിൽ തോട് കീറിയിരിക്കുന്നത്. എന്നാൽ റോഡ് പുനർനിർമ്മിക്കാനുള്ള തുക പഞ്ചായത്തിൽ അടയ്ക്കണമെന്ന നിബന്ധന തള്ളിക്കൊണ്ടാണ് കരുമാല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ പദ്ധതി നടപ്പിലാക്കിയതെന്നും കുടിവെള്ള പദ്ധതിക്കായുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റും ജലസംഭരണിയും നിർമ്മിക്കാതെയാണ് പൈപ്പിടൽ നടത്തിയതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. സ്വാഗതപ്രാസംഗം അധ്യക്ഷത സൂചിപ്പിച്ചതുപോലെ പൈപ്പിടലാണ് തകൃതിയായി നടക്കുന്നത്. അതിലാണ് ചില്ലറ കിട്ടുക. അതുകൊണ്ട് ടാങ്ക് പണിയാനോ അതിൽ പ്രാഥമികമായി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ആദ്യം ചെയ്തിട്ട് വേണ്ടേ റോഡിൽ പൈപ്പിടാൻ, ജലസംഭരണി കെട്ടാനോ അതിലൂടെ ടെൻഡർ വിളിക്കാനോ ഒന്നും ചെയ്യാതെ 2 വർഷക്കാലമായി ഈ റോഡുകൾ മുഴുവൻ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കരുമാല്ലൂർ പഞ്ചായത്തിൽ മാത്രമുള്ള ഒരു പദ്ധതിയല്ല. കേരളത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ജലജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KR നന്ദകുമാർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് VM മുഹമ്മദ് അഷറഫ്, VK അബ്ദുൽ അസീസ്, സുനിൽ തിരുവാലൂർ, KM ജാഫർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ബീന ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP അനിൽകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ EM അബ്ദുൽ സലാം, TA മുജീബ്, പഞ്ചായത്ത് അംഗങ്ങളായ KA ജോസഫ്, GV പോൾസൺ, KM ലൈജു, നദീറ ബീരാൻ, CS സുനീർ, AM അബു, ബിനു അബ്ദുൽ കരീം, റിദിൻ ഗോപി, ജിജി സൈമൺ, അബ്ദുള്ള വയലക്കാട്, സൈഫുന്നീസ റഷീദ്, മോഹനൻ കുന്നത്ത്, സിയാവുദ്ദീൻ, EA അജയകുമാർ, CV ദിലീപ് കുമാർ, അജയഘോഷ് എന്നിവർ സംസാരിച്ചു.